ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ DJI മൈക്കിൻ്റെ കാര്യമാണ്. പ്രൊമോഷണൽ വീഡിയോ കാര്യങ്ങളൊന്നുമല്ല. ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഡ്രോബാക്സും കാര്യങ്ങളും എല്ലാം ഞാൻ ഉറപ്പായിട്ട് ഈ വീഡിയോയ്ക്ക് അത് ഷെയർ ചെയ്യുന്നതായിരിക്കും. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവാണ്. അതായത് ഒരു ഏകദേശം 98% ആൾക്കാരും സോഷ്യൽ മീഡിയാസിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ആ വീഡിയോസിൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ് ഓഡിയോ ക്ലാരിറ്റി. ആ ഓഡിയോ ക്ലാരിറ്റി നമ്മൾ എപ്പോഴും പക്കയാകുകയാണെന്നുള്ളത്, അല്ലെങ്കിൽ സൗണ്ട് ക്ലാരിറ്റി പക്കയാണെന്നുണ്ടെങ്കിൽ കേൾക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ആ വീഡിയോ കാണുന്ന ഒരാൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വോയിസിന് അതുപോലെ പ്രാധാന്യമുണ്ട് അവിടെ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യം യൂസ് ചെയ്തിരുന്നത് ഒരു ലാപ്പിൽ മൈക്കാണ്. നോർമൽ ഒരു വയർഡ് മൈക്കായിരുന്നു. അതിന് മുമ്പ് മൈക്ക് ഇല്ലായിരുന്നു. മൈക്ക് ഇല്ലാത്തതിൻ്റെ വ്യത്യാസം ഒരുപാട് പേര് എൻ്റെ വീഡിയോസിൽ കമൻസ് പറയുന്നുണ്ടായിരുന്നു, ആദ്യ കാലഘട്ടത്തിലെ വീഡിയോസ്. അതിനുശേഷം ഞാൻ എടുത്തൊരു സോണിയുടെ മൈക്കാണ്. സോണിയുടെ മൈക്ക് കഴിഞ്ഞിട്ട് ഞാനൊരു മിർഫാക്കിൻ്റെ മൈക്ക് മേടിച്ചായിരുന്നു. മിർഫാക്കിൻ്റെ മൈക്ക് കഴിഞ്ഞിട്ട് ഞാൻ മേടിച്ചൊരു മൈക്കാണ് ഹോളി ലാൻഡ് എന്ന് പറഞ്ഞ്. ഇതിൻ്റെ എല്ലാം വയർലെസ് മൈക്കാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ എനിക്ക് DJI മൈക്ക് മേടിച്ചപ്പോഴേക്കും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉപകാരപ്പെടും. ശരിക്കും പറഞ്ഞാൽ ഒരു ഫോണിൽ വീഡിയോ എടുക്കുന്ന ആൾക്ക് പോലും ഏറ്റവും ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ ഈ ഒരു മൈക്കിലുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Tech Pro. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു മൈക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് അൺബോക്സ് ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് വേറെ ഏതൊക്കെ മൈക്ക്, ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സോണിയുടെ മൈക്കിലാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മൈക്കിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ എൻ്റെ ഇരിക്കുന്ന ഹോളി ലാൻഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ മൈക്കാണ്. ഇതാണ് കുറേ നാളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു മോഡലാണ്. അതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്തിരുന്ന കുറച്ച് നാൾ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ മിർഫാക്ക് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി മൈക്ക്. പക്ഷേ ഇതെനിക്ക് അത്രയും ഓക്കെ ആയിട്ട് തോന്നിയിട്ടില്ല. ഇതിൻ്റെ എല്ലാം സൗണ്ട് കമ്പാരിസണും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിന് മുമ്പ് നമുക്ക് ഈ പ്രോഡക്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഇപ്പോൾ ഏകദേശം സെയിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളതുകൊണ്ട് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. സംഗതി എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാം. ഇവിടെ ഒരു പീൽ ഓഫ് ചെയ്യാനുള്ളൊരു സംഗതി നമുക്ക് കാണാം. എനിക്കൊന്ന് ബ്ലേഡും കാര്യങ്ങളൊന്നും വേണ്ടി വരത്തില്ല. യെസ്, അതൊന്ന് പീൽ ചെയ്തു. എങ്ങനെയാണ് അതിൻ്റെ പരിപാടി എന്നറിയത്തില്ല. യെസ്, ഇത് ഇവിടെ നിന്ന് തന്നെയാണ് തുറക്കുന്നത്. ഒന്നുമില്ല. അപ്പോൾ ഇതൊന്നുകൂടെ തുറക്കുക. യെസ്, അപ്പോൾ ഒരു ചെറിയ ബോക്സാണ്. ഇതിനകത്ത് എന്തൊക്കെയോ സംതിങ് ഉണ്ട്. ഹായ്, നമ്മുടെ കുഞ്ഞുണ്ടാപ്പി സാധനം എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ DJIയുടെ മൈക്ക്. ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു മൈക്ക് എടുക്കണമെന്നുള്ള. ഇതെടുക്കാനുള്ളൊരു പൈസ തികയാത്തതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു വയർലെസ് മൈക്ക് ഞാൻ എടുത്തതിൻ്റെ കാര്യം, ഹോളി ലാൻഡ് എടുക്കാനുള്ളൊരു കാര്യം. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, പ്രൈസ് വൈസ് വെച്ച് ഭയങ്കര താഴെയാണ്. ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ നിലവിൽ എത്രയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഇവിടെ താഴെ ഞാൻ കൊടുത്തേക്കാം. ഇപ്പോഴത്തെ ആമസോൺ പ്രൈസും കൂടി ഞാൻ കൊടുത്തേക്കാം. ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്തതിന് മുമ്പ് തൽക്കാലം ഒന്ന് മാറ്റി വയ്ക്കാം. ഈ ബോക്സിനകത്ത് വേറെ ഒന്നും പ്രത്യേകിച്ചില്ല, നത്തിങ്. ഇതിലുള്ള പ്രോഡക്റ്റ്സൊക്കെ ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ചാർജിങ് കേസ്, റിസീവർ, ട്രാൻസ്മിറ്റർ 2 എണ്ണം, ക്യാരിങ് പൗച്ച്, ഹോട്ട് ഷൂ അഡാപ്റ്റർ, വിൻഡ് സ്ക്രീന് 2 എണ്ണം, മൊബൈൽ ഫോൺ അഡാപ്റ്റർ, അത് ലൈറ്റ്നിങ് ടൈപ്പ്, C ടൈപ്പ്, പിന്നെ ക്യാമറ, ഓഡിയോ കേബിൾ, ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ, ക്ലിപ്പ്, മാഗ്നറ്റ്, ചാർജിങ് കേബിൾ. ഇത്രയും കാര്യങ്ങളുണ്ട്. ഞാൻ ഏതായാലും ഈ ഒരു ബോക്സ് ജസ്റ്റ് ഒന്ന് മടക്കി സൈഡിലോട്ട് വയ്ക്കുകയാണ്. നമുക്ക് ഫസ്റ്റ് ഇതൊന്ന് തുറക്കാം. യെസ്, അപ്പം ഒരു DJIയുടെ ഒരു അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു കേസ് കാണാം. ആ കേസിനകത്ത് എന്തൊക്കെയാണുള്ളത് നോക്കാം. ഇതിനകത്ത് സ്പ്ലിറ്റ് പോർഷനാണ് കേട്ടോ. ആദ്യത്തെ ഒരു C ടൈപ്പ് നമുക്ക് കേബിൾ കാണാൻ സാധിക്കും. ഒരു വിൻഡ് സ്ക്രീൻ കാണാൻ സാധിക്കും. അത് ഒരെണ്ണേ കിട്ടിയുള്ളൂ. വിൻഡ് ഷീൽഡ് വെക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു ഗുണം എനിക്ക് തോന്നിയിട്ടുള്ളത്, സാധാരണ പോലെ ചുമ്മാ പ്രസ് ചെയ്ത് വെക്കുകയല്ല, ഇത് പ്രസ് ചെയ്യുമ്പോൾ അതായത് ഇത് കയറുന്ന സമയത്ത് ഇവിടെ ഒരു ലോക്ക് നമുക്ക് 2 സൈഡും കാണാൻ സാധിക്കും. ഇവിടെ 2 ലോക്ക് പോലെ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞിട്ട് നമ്മളൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഇത് അങ്ങനെയൊന്നും പോകത്തില്ല കണ്ടോ. നമുക്കിത് ഒരു കാരണവശാലും ഊരിപ്പോരുന്നതായിരിക്കത്തില്ല. അത് ടൈറ്റായിട്ട് തന്നെ ഇരുന്നോളും. നല്ല കാറ്റൊക്കെ ഉള്ള സമയത്ത് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അല്ലാത്ത സമയത്ത് ഇത് വലിയ യൂസ് വരണം എന്ന് ഞാൻ പറയത്തില്ല. കാരണം ഇങ്ങനെ കാണാനുള്ള ഭംഗിയും ഇത് വരുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു വൃത്തിയുടെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കമൻസും കൂടെ ജസ്റ്റ് ഒന്ന് രേഖപ്പെടുത്തുക. ഈ ഒരു സംഗതിക്ക് മാത്രമേ എനിക്കൊരു ചെറിയ TRS കേബിളാണ്. ഇതിന് മാത്രമേ എനിക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നിയുള്ളൂ. അല്ലാതെ സാധാരണ എല്ലാം വരുന്ന സ്പ്രിംഗ് ടൈപ്പൊക്കെയാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് അത്യാവശ്യം വടി പോലെ ഇരിക്കുന്ന ഒരു ടൈപ്പാണ്. വലിയ കുഴപ്പമില്ല. ഓക്കെ, ജസ്റ്റ് നമുക്ക് തൽക്കാലം ഒന്ന് മാറ്റി വയ്ക്കാം. ഒരു വിൻഷീൽഡും കൂടെ കാണാൻ സാധിക്കും. ഇനി ഇവിടെ ഒരു ഓണേഴ്സ് മാനുവലുണ്ട്. കുറച്ച് ചങ്കി പേപ്പേഴ്സൊക്കെ ഉണ്ട്. അത് ഞാൻ ഒന്ന് മാറ്റുകയാണ്. ഇഷ്ടംപോലെ പേപ്പേഴ്സാണ് കേട്ടോ. ക്വിക്ക് സ്റ്റാർട്ട് കിടപ്പുണ്ട്. ക്വിക്ക് സ്റ്റാർട്ട് നമുക്കൊന്ന് നോക്കി ഇതിൻ്റെ പണിയൊക്കെ ജസ്റ്റ് ഒന്ന് പഠിക്കാം. അതിനു മുമ്പ് ഞാനിതൊന്ന് തുറക്കട്ടെ. അപ്പം തുറന്നാലോ. യെസ്, DJI. ഏതായാലും DJI എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ചെറിയ ഐഡിയാസ് ഒന്നുമല്ല, നല്ല ഓർമ്മകളാണ്. കാരണം എൻ്റെ ഫസ്റ്റ് ചെറിയ ആക്ഷൻ ക്യാമറ എന്ന് പറഞ്ഞാൽ DJIയുടെ ക്യാമറ തന്നെയാണ്. ഏതായാലും ഞാൻ തുറക്കുകയാണ്. യെസ്, അപ്പം ഏകദേശം 2 എണ്ണം ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. വാവ്, ഇവിടെ താഴെ അതിൻ്റെ ചാർജിങ് ഏകദേശം 3 കട്ടയോളം ഇതിനകത്ത് ഉണ്ടെന്നാണ് കാണിക്കുന്നത്, സൂചിപ്പിക്കുന്നത് 3
കട്ട കാണിക്കുന്നുണ്ട്. ഇനി ഞാൻ ഏതായാലും 2 മൈക്കുകൾ എടുക്കാം. ഓ മാൻ, സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഈ ഒരു DJയുടെ മൈക്ക് എടുക്കണമെന്നുള്ളത്. കാരണം സോണി ഇരിക്കുമ്പോൾ രസമുണ്ട്, DJ ഇരിക്കുമ്പോൾ ഒരു കുറച്ചുകൂടെ രസമുണ്ട്. എന്നാൽ ഈ ഒരു മൈക്കിനെ ഞാൻ കുറ്റം പറയത്തില്ല, പക്ഷേ സംഗതി എൻ്റെ ആവശ്യത്തിനൊക്കെ നല്ല രീതിക്ക് നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു ആഗ്രഹമാണ് ഈ ഒരു മൈക്ക്. ഇനി 4ാമത്തെ ഈ ഒരു മൈക്കും കൂടെ ഉണ്ട്, മിർഫാഗ്. ഇത്രയും മൈക്കുകൾ ജസ്റ്റ് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ട് DJI വെച്ച് കമ്പയർ ചെയ്തിട്ട് ഈ മൈക്കുകൾ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഏതായാലും ഞാൻ ഇതിനകത്തുള്ള സാധനമൊക്കെ ഒന്ന് പുറത്തോട്ട് ഇറക്കാം. ഈ 3 കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇത് മെയിൻ സാധനമാണ്. ഇതിനകത്തിപ്പം കുറച്ച് കാര്യങ്ങൾ, ഇത് ഫുൾ ടച്ചാണ്. അതിൽ ഏറ്റവും വലിയ രസം ഞാൻ നോക്കിയെടുത്തോളം ഇതിൻ്റെ ടച്ച് സ്ക്രീൻ തന്നെയാണ്. ഒരു രക്ഷയില്ല. കാരണം DJയുടെ ടച്ച് സ്ക്രീനിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഞാൻ പോക്കറ്റ് യൂസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. കാരണം പോക്കറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ചെറിയൊരു സ്ക്രീനാണ്, ടച്ച് സ്ക്രീനാണ് വരുന്നത്. ഇതിനകത്ത് ലാംഗ്വേജ് കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷാണ്. ഞാൻ സെറ്റ് ചെയ്തു. ഡേറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നുണ്ട് 2024. ഇതിപ്പം മാസം 1-ാം മാസമാണ്. ഡേറ്റ് വരുന്നത് ഏകദേശം 16-ാം തീയതി കൃത്യം. അപ്പോൾ അത് നെക്സ്റ്റ് കൊടുത്തു. സമയം കൃത്യം പറഞ്ഞാൽ 9:05. അപ്പോൾ നമുക്ക് ഇനി ഇത് ചാർജിങ്ങിൻ്റെ രീതിയും കൂടെ ഒന്ന് നോക്കാം. നമുക്കിത് ഏതായാലും ഒന്ന് ചാർജ് ചെയ്യാൻ ഇടാം. ഞാനിപ്പോൾ ഇരിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് അത്യാവശ്യം വരുന്ന രീതിക്ക്, അതായത് ഫാൻ ഇട്ടിട്ടുണ്ട്. ഫാൻ തന്നെ അത്യാവശ്യം നല്ല നോയ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ശരിക്കും അത് മസ്റ്റായിട്ടും അറിഞ്ഞുകൊണ്ട് തന്നെ ഇട്ടതാണ്. കാരണം ഈ ഒരു മൈക്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഇതിനകത്ത് കേൾക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ കേൾക്കുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തന്നെ കൊടുത്തത്. ഇനി നമുക്കിതൊരു ഫോണിൽ കണക്ട് ചെയ്തിട്ട്, ഫോണിൽ കണക്ട് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഫോണിൽ മാത്രമല്ല നമുക്കൊരു ഓസ്മോ ആക്ഷൻ ക്യാമറയിൽ കണക്ട് ചെയ്യുമ്പോൾ വരുന്ന അഡ്വാൻറ്റേജസും കൂടി ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഏതായാലും എനിക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലി ഞാനിപ്പോൾ ഏകദേശം 1 മാസമായിട്ട് ഈ ഒരു മൈക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ സാധാരണ ഏതൊരു പ്രോഡക്റ്റ് എടുത്താലും പെട്ടെന്ന് ഇടുന്നതാണ്. പക്ഷേ ഇത് പെട്ടെന്ന് ഇടാത്ത വേറൊന്നും കൊണ്ടല്ല. ഒന്നാമത്തെ കാര്യം സമയം ഇച്ചിരി ഡിലേ ആയിപ്പോയി. പിന്നെ രണ്ടാമത്തെ കാര്യം കുറച്ചൊന്ന് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു അഭിപ്രായം, പ്രോപ്പറായിട്ടുള്ള അഭിപ്രായം എനിക്ക് എല്ലാവരുമായിട്ട് വ്യക്തമാക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു നെഗറ്റീവ് എനിക്ക് തോന്നിയിട്ടുള്ള, ഈ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചാൽ കുഴപ്പമില്ല, ഇത് കുറച്ചുകൂടെ സെൻറ്ററിൽ വെച്ചാലും പ്രശ്നമില്ല. ഒരുപാട് സൈഡിലോട്ട് മാറിപ്പോയി. ഞാൻ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വോയിസ് ക്യാപ്ചറിങ് ഇച്ചിരി കുറയുന്നുണ്ട്. അത് ഒരുമാതിരി എല്ലാം ഈ പറയുന്ന വയർലെസ് മൈക്കിനും ആ ഒരു പ്രോബ്ലം വരുന്നതാണ്. അതും ഇതിന് വന്നേ ഉള്ളൂ, അതേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മാഗ്നറ്റിലാണ് ഇരിക്കുന്നത്. അതായത് സാധാരണ നമുക്കറിയാവുന്ന പോലെ നമ്മളൊരു മൈക്ക് ഇതുപോലെ ക്ലിപ്പ് ചെയ്ത് ഈ രീതിക്ക് ക്ലിപ്പ് ചെയ്താണ് ഇങ്ങനെ വയ്ക്കുന്നത്. പക്ഷേ ഒരു ടീഷർട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നൊരു കാര്യമാണ് ഇങ്ങനെ ക്ലിപ്പ് ചെയ്യാൻ പാടായിരിക്കും. അന്നേരം ഇതിൻ്റെ പുറകിൽ ഇതുപോലൊരു മാഗ്നറ്റ് വരുന്നുണ്ട്. ഈ ഒരു മാഗ്നറ്റ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പുറയിലോട്ട് അറ്റാച്ച് ചെയ്താണ് വയ്ക്കുന്നത്. കേട്ടോ, ഇങ്ങനെ അറ്റാച്ച് ചെയ്യുന്ന ഈ ഒരു മാഗ്നറ്റ് നമുക്ക് എടുത്ത് നമ്മുടെ ഷർട്ടിൻ്റെ ബാക്കിൽ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് വെക്കാൻ സാധിക്കും. പിന്നെ ഇതിന് വേറൊരു ഗുണവും കൂടെ ഉണ്ട്. അത് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ഈ മാഗ്നറ്റ് ഇതിൻ്റെ അടിയിൽ വെക്കാൻ സാധിക്കും. കണ്ടോ, ഇതിൻ്റെ താഴത്തെ പോർഷനിൽ ഈ മാഗ്നറ്റ് വെക്കാൻ പറ്റും. ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ടേബിൾസിൽ നമുക്ക് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഈ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ, അതായത് ഈ ഒരു മൈക്ക് വെക്കാതെ തന്നെ രണ്ടുപേരും ഒരു ടേബിളിൻ്റെ അപ്പുറം ഇപ്പുറം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മൈക്ക് നമുക്ക് ഏകദേശം ഒരു സെൻറ്റർ പോർഷനിൽ വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നതും കേൾക്കും, ഞാൻ പറയുന്നതും കേൾക്കും. പക്ഷേ ഇത് ഡ്യുവൽ മൈക്ക് ആയതുകൊണ്ട് രണ്ടുപേർക്ക് കൊടുക്കാം. ഒരു 4 പേരുണ്ടെങ്കിൽ, ഈ ഒരു മേശയുടെ ചുറ്റും 4 പേരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മൈക്ക് മതിയാകും. പിന്നെ അടുത്തൊരു അഡ്വാൻറ്റേജ് കൂടെ പറഞ്ഞുതരാം. ഈ ഒരു മൈക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ലോങ് ഒക്കെ നടന്നു പോവുകയാണ്, അതായത് 250 മീറ്ററോളമാണ് ഇതിൻ്റെ ലെങ്ത് പറയുന്നത്. നമ്മൾ അതിൽ കൂടുതൽ അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസിന് അപ്പുറം പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ, ഇവിടെ ഒരു റെക്കോർഡ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ റെക്കോർഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റോറേജ് വരുന്നുണ്ട്. 8 GB ഇൻബിൽറ്റ് സ്റ്റോറേജ് വരുന്നുണ്ട്. ഈ ഒരു ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ റെക്കോർഡ് ബട്ടൺ ഞാനൊന്ന് പ്രസ് ചെയ്യുകയാണ്, എല്ലാവരും ശ്രദ്ധിച്ചോണം. ഇവിടെ ഒരു വൈബ്രേഷനും വന്നു, ഇവിടെ ഒരു ലൈറ്റും കാണിച്ചു, അതായത് ഒരു റെഡ് ലൈറ്റ് റെക്കോർഡ് ചെയ്യുന്നു എന്ന് കാണിക്കുന്നതാണ് ഈ ഒരു റെഡ് ലൈറ്റ്. അപ്പോൾ റെഡ് ലൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു മൈക്കിനകത്ത് തന്നെ ഇൻറ്റേർണലായിട്ട് റെക്കോർഡ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ റിസീവറിനകത്തും ആ ഒരു റെഡ് ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ റെക്കോർഡിങ്, അതായത് ഈ മൈക്കിനകത്ത് റെക്കോർഡിങ് നടക്കുന്നുണ്ടെന്ന് അവിടെയും അറിയാം. ഇതിനി ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും ഓഫാം, ഇവിടെയും ഓഫാം. ഇതൊന്ന് വൈബ്രേറ്റ് ചെയ്യുകയും ചെയ്യും. അതായത് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ഇതൊന്ന് വൈബ്രേറ്റ് ചെയ്യുക. ആ വൈബ്രേഷൻ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഓഫ് ആയിട്ടുണ്ട്. അതായത് ഇങ്ങനെ വെച്ചുകൊണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോഴാണ് പ്രസ് ചെയ്യുമ്പോൾ റെക്കോർഡ് ഓൺ, റെക്കോർഡ് ഓഫ്, ഇത് നമുക്ക് അറിയാൻ സാധിക്കും ലൈറ്റ് നോക്കിയില്ലെങ്കിൽ പോലും. പിന്നെ അഡീഷണൽ ആയിട്ട് മൈക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 3.5ൻ്റെ മൈക്ക് ജാക്കും കൂടെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഒരു ലാപ്പിൽ മൈക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഈ മൈക്ക് നമുക്ക് പോക്കറ്റ് ഇട്ടുകൊണ്ട് ഇവിടെ ലാപ്പിൽ മൈക്ക് കണക്ട് ചെയ്തും യൂസ് ചെയ്യാൻ സാധിക്കും. അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഞാൻ ഏതായാലും തൽക്കാലം ഇത് പഴയ പൊസിഷനിലോട്ടൊന്ന് കൊണ്ടുവരികയാണ്.
ഇനി ഞാനൊന്ന് ഫോണിലും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ മൈക്കൊന്ന് മാറ്റാം. ഈ മൈക്കിൻ്റെ സാധനത്തിന് നമ്മുടെ സോണിയുടെ മൈക്ക് ആഡ് ചെയ്തിട്ട് ഇതേ അറ്റ്മോസ്ഫിയറിൽ സൗണ്ടിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാം. ഇപ്പം എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് വ്യക്തമാകുന്നുണ്ട്. ഇതൊരു സോണിയുടെ മൈക്കിലാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അപ്പം ഇത് ഞാൻ ഇതിൻ്റെ റിസീവറാണ് ഞാൻ ആദ്യമേ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ കണക്റ്റഡ് അല്ലെന്നുള്ള രീതിയിൽ കൺഫേം കൊടുക്കാനാണ്. ഞാൻ ഏതായാലും ഈ കേസ് ഒന്ന് ഓപ്പൺ ചെയ്തു. ഇതിനകത്ത് ലൈറ്റ്നിങ് കേബിൾ, അതായത് നമ്മുടെ ഐഫോണിനൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന കേബിളും, പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സി ടൈപ്പുമാണ് വരുന്നത്. അപ്പോൾ സി ടൈപ്പ് ഞാനിങ്ങനെ എടുക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ സി ടൈപ്പ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് തിരിച്ചിങ്ങ് ഊരി എടുക്കുകയാണ്. അതായത് ഇത് നമുക്ക് സാധാരണ ക്യാമറാസിലെല്ലാം കണക്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്നതാണ്. നേരെ ബാക്കിലോട്ട് പുള്ളി ചെയ്തിങ്ങ് എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഊരിയെടുത്ത് തിരിച്ച് ഇതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും. കറക്റ്റ് പൊസിഷനിൽ തന്നെ വെച്ചോണം. ഓക്കെ, അത് വെച്ചു. ഇനി ഞാൻ ഈ സി ടൈപ്പ് ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇതിനകത്ത് ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ആരോ മാർക്ക് രീതിയിലേ ഇത് കയറത്തുള്ളൂ. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കയറ്റിയിടുകയാണ്. ഓക്കെ, എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചപ്പോൾ ഓക്കെ. ഇനി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് ടച്ചാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാതെയാണല്ലോ ഇതിൻ്റെ സെറ്റിങ്സ് ഒക്കെ മാറിപ്പോവും. അങ്ങനെ മാറിപ്പോവാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു പവർ ബട്ടൺ ഉണ്ട്. ഈ ഒരു പവർ ബട്ടണിൽ ഒരു തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലോക്കായെന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ലോക്കാണ്. ഞാൻ എങ്ങനെ ടച്ച് ചെയ്യുമെന്ന് പറഞ്ഞാൽ പ്രസ് ടു അൺലോക്ക് എന്ന് എഴുതി കാണിക്കും. ഓക്കെ, അപ്പോൾ അതും വ്യക്തമായി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നൊരു കാര്യം, ഞാൻ ഫോണിൽ ഇതൊന്ന് കണക്ട് ചെയ്യാം. അതായത് ഞാനിപ്പോൾ ഫോണിലോട്ട് ഈ റിസീവർ ഒന്ന് കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇത് ഫോണുമായിട്ട് കണക്റ്റഡാണ്. ഞാൻ ഫോണിൽ ക്യാമറ എടുത്തു. എനിക്കിതിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിരിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ആണ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഈ ഒരു വീഡിയോ എനിക്ക് ഈ ഒരു മൈക്ക് യൂസ് ചെയ്തുകൊണ്ട് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അതായത് ഇതിപ്പോൾ ഞാൻ എവിടെയെങ്കിലും ആരുടെയെങ്കിലും കൈ കൊടുക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ട് ഞാനിത് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ സിങ്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ബട്ടൺ ഉണ്ട്. അതായത് റെക്കോർഡ് ബട്ടണിൻ്റെ നേരെ മേളിലുള്ളൊരു ബട്ടൺ. ഈ ബട്ടണിൽ ഒരു തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ റെഡ് ലൈറ്റ് എല്ലാവർക്കും കാണാൻ സാധിക്കും. ഞാനൊന്ന് പ്രസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അവിടെ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഒന്നുകൂടെ പ്രസ് ചെയ്യാണ്. റെക്കോർഡ് ഓഫായി. ഞാൻ ഒന്നുകൂടെ കാണിക്കാം, അത് നോക്കിക്കോണം. ഇതിപ്പോൾ റെക്കോർഡഡ് അല്ല. ഞാൻ ഈ ബട്ടൺ പ്രസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പ്രസ് ചെയ്തു, റെക്കോർഡ് ഓണായി. ഇനി ഞാനിത് ഒന്നുകൂടെ പ്രസ് ചെയ്തു, റെക്കോർഡ് ഓഫായി. ഇത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പലപ്പോഴും ഷോർട്ട് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് എവിടെയെങ്കിലും കൊണ്ടൊക്കെ ഈ ക്യാമറ ഈ ഫോൺ വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, എൻ്റെ വൈഫിന് എന്തെങ്കിലും മേലായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഇത് എവിടെയെങ്കിലും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് ഓടി പുറകെ വന്നിട്ട് വേണം ഞാൻ ബാക്കി വീഡിയോ ചെയ്യാൻ. പക്ഷേ ഇങ്ങനൊരു ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യാതെ തന്നെ ഇത് എവിടെയെങ്കിലും കൊണ്ട് സ്റ്റാൻഡിൽ വെച്ചതിന് ശേഷം ഈ ഒരു മൈക്ക് ഇവിടെ കണക്ട് ചെയ്തിട്ട് ഇതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം റെക്കോർഡാകും. ഭയങ്കര ഒരു നല്ല ഫീച്ചറായിട്ടാണ് എനിക്കിത് പറയാനുള്ളത്. പിന്നെ നമുക്കിതിൻ്റെ റേഞ്ച്, ബാറ്ററിയുടെ ചാർജ്, അതായത് ഈ റിസീവറിൻ്റെയും ഈ മൈക്കിൻ്റെയും ഈ റിസീവറിൻ്റെയൊക്കെ ബാറ്ററിയുടെ ചാർജ് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. മൈക്കിൻ്റെ എത്രത്തോളം സൗണ്ട് ഇതിനകത്ത് കിട്ടുന്നുണ്ടെന്നൊക്കെ ഉള്ളതും അറിയാൻ പറ്റും. ഇനി അടുത്തൊരു മൈക്ക് കൂടെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മൈക്ക് ഇങ്ങനെ ഐഡിയലായിട്ട് ഇരിക്കുന്നുണ്ട്, ഓഫാണെന്നുള്ളത് കാണിക്കുന്ന ഗ്രീൻ ലൈറ്റ് കത്തുന്നില്ല എന്നുള്ളതാണ്. ഇത് ഓൺ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു പവർ ഓൺ ബട്ടൺ ഉണ്ട്. കുറച്ച് നേരം ഇത് ഓഫായിരുന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഓൺ ചെയ്യാൻ പറ്റും. ഈ പവർ ഓൺ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഇത് ഓഫ് ചെയ്തിടാൻ സാധിക്കും. ഇത് പവർ ഓൺ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗ്രീൻ ലൈറ്റും വരും, ഒന്ന് വൈബ്രേറ്റും ചെയ്യും. അന്നേരം നമുക്ക് കാണാൻ പറ്റും ഡ്യുവൽ ചാനലായി 2 ചാനലും ഇതിനകത്ത് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ മൈക്കിൻ്റെ വോയിസ് ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് മറ്റേതിനെ അപേക്ഷിച്ച്. അപ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. ഓക്കെ, ഇനിയിപ്പം ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട്. പിന്നെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ റെക്കോർഡിംഗ് ഒക്കെ ചെയ്യുകയാണ്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഏകദേശം റെക്കോർഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ 3 hours റെക്കോർഡ് ചെയ്തു. പിന്നെ ബാറ്ററി ഏകദേശം ഒരു പകുതി പോലും ആയിട്ടില്ലായിരുന്നു. പിന്നെ ഇതിനകത്ത് കൊണ്ടുവച്ചു. ഈ കേസും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഉപകാരമായിട്ട് ഇത് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഇതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്കൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മൈക്ക് മാത്രം, ഈ ഒരു മൈക്കും റിസീവറും മാത്രം നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോകാണ്, കേസ് കൊണ്ടുപോയിട്ടില്ല. നമുക്കിത് എക്സ്റ്റേണൽ ആയിട്ട് ചാർജ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഒരു USB C ടൈപ്പ് നമുക്ക് കാണാൻ സാധിക്കും. ഈ C ടൈപ്പ് കണക്ട് ചെയ്തുകൊണ്ട് നമുക്കിത് അഡീഷണൽ ആയിട്ട് അല്ലെങ്കിൽ ഔട്ട് സൈഡ് ചാർജ് ചെയ്യാൻ സാധിക്കും. ഇതിനകത്ത് മെമ്മറി ഫംഗ്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇതിനകത്ത് റെക്കോർഡ് ചെയ്യുന്ന ഡേറ്റാസ് ലാപ്ടോപ്പിലോട്ടോ കമ്പ്യൂട്ടറിലോട്ടോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ സാധിക്കും. അതിപ്പം ഈ ഒരു മൈക്കിലും ഈ ഒരു മൈക്കിലും 2 മൈക്കിലും 8 GB വെച്ച് വരുന്നുണ്ട്. നമുക്ക് വേറെ പുറത്തോട്ട് എക്സ്റ്റേണൽ ആയിട്ട് എടുക്കാനും സാധിക്കും. അപ്പം ഈ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ബാക്കി ഏത് മൈക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു അഡ്വാൻറ്റേജ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറയുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. പ്രൈസിൻ്റെ കാര്യം പലരും ചോദിക്കുമായിരിക്കും. അപ്പോൾ പ്രൈസ് വൈസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈസ് കമ്പാരിറ്റീവ്ലി കുറവാണെന്ന് ഞാൻ പറയുന്നില്ല. 29,900 സംതിങ് കണ്ടായിരുന്നു ഞാൻ എടുത്തപ്പോൾ. ഇപ്പോൾ കുറച്ചുകൂടെ പ്രൈസ് കമ്പാരിറ്റീവ്ലി കുറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആമസോണിൻ്റെ ലിങ്ക് കൂടി ഇട്ടേക്കാം. ഞാൻ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്, ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഈ കേൾക്കുന്ന സൗണ്ട്, അതായത് നിങ്ങളിപ്പോൾ ഈ കേൾക്കുന്ന സൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോളി ലാൻഡ് മൈക്കിൽ നിന്ന് വരുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പോൾ എത്രത്തോളം ക്ലാരിറ്റിയിൽ നിങ്ങൾക്കത് കേൾക്കാൻ സാധിക്കും എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും. ഈ ഒരു സൗണ്ട് ഇതിപ്പോൾ ഞാൻ ശരിക്കും നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ടാണ് സംസാരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നോയ്സ് ക്യാൻസലേഷൻ ഓഫ് ആക്കി കാണിച്ചു തരാം.
ഒരു ഒറ്റ പ്രസ്സിൽ തന്നെ നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ ഓഫ് ആക്കാൻ സാധിക്കും. ഇപ്പം ബ്ലൂ ലൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നോയ്സ് ക്യാൻസലേഷൻ ഓഫാണ്. ബാക്ക്ഗ്രൗണ്ടിലുള്ള സൗണ്ടും കൂടെ കുറച്ചുകൂടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ സാധിക്കുമായിരിക്കും. അതേ സ്ഥാനത്ത് നോയ്സ് ക്യാൻസലേഷൻ കൂടെ ഓൺ ചെയ്യാൻ വേണ്ടി ഈ ഒരു യെല്ലോ ബട്ടണിൽ ഒരു തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഗ്രീൻ ആകും. ഗ്രീൻ ആയി കഴിഞ്ഞാൽ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആണ്. അപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആണെങ്കിൽ ഈ ഒരു മൈക്കിൽ, അതായത് ഹോളി ലാൻഡ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി മൈക്കിൽ എത്രത്തോളം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് DJI, അതായത് നമ്മുടെ ഈ പുതിയ DJI മൈക്കിൽ എങ്ങനെയുണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നത് നമ്മുടെ DJയുടെ മൈക്ക് തന്നെയാണ്. സെയിം ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ആസ് ഇറ്റ് ഈസ് എല്ലാം അതുപോലെ തന്നെയുണ്ട്. നോയ്സ് ക്യാൻസലേഷൻ ഇതിൽ ഓൺ ആണ് ശരിക്കും പറഞ്ഞാൽ, അതിൽ നോയ്സ് ക്യാൻസലേഷൻ. പക്ഷേ അതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ റിസീവറിനകത്ത് മാത്രം പറ്റത്തുള്ളൂ, ഈ ഒരു മൈക്കിനകത്ത് അത് സാധിക്കത്തില്ല. ഓക്കെ, അത് പോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ബാക്കിയുള്ളത് വൈസ് ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോന്നായിട്ട് ഞാനിപ്പോൾ എടുത്ത് പറഞ്ഞു തരാം. അപ്പം എങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു വ്യത്യാസം, അല്ലെങ്കിൽ ഈ ഒരു സൗണ്ടിൻ്റെ ക്ലാരിറ്റി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്കിപ്പോൾ ജസ്റ്റ് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അത് മാത്രമല്ല, നമുക്കൊരു വിൻഡ് ഷീൽഡും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട്, അതായത് വിൻഡ് റിഡക്ഷന് വേണ്ടി ഒരു വിൻഷീൽഡും കൂടെ ഇട്ടിട്ട് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വിൻഷീൽഡും കൂടെ വരുന്ന സമയത്ത് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ എന്നും കൂടെ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഏതായാലും ഇതിൻ്റെ സൗണ്ട് ക്ലാരിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. ബാക്ക്ഗ്രൗണ്ടിലുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ എത്രത്തോളം ഇതിനകത്ത് കയറി വരുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇപ്പം വിൻഷീൽഡ് വന്നിട്ട് ഏതായാലും ബാക്ക്ഗ്രൗണ്ട് നോയ്സിൽ വേറെ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെയുണ്ട്. ഇപ്പം എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യം വൃത്തിയായിട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? വിൻഷീൽഡ് വരുന്നുള്ളതുകൊണ്ട്, കാരണം ഇവിടെ വലിയ കാറ്റിൻ്റെ ഡിസ്റ്റർബൻസ് ഇല്ലാത്തതുകൊണ്ട്, കാരണം വീടിനോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് വലിയ കാറ്റിൻ്റെ ഡിസ്റ്റർബൻസ് ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഒരു ഉപയോഗം നിങ്ങൾക്ക് ഇപ്പോൾ ചിലപ്പം വൃത്തിയായിട്ട് മനസ്സിലാവണമെന്നില്ല. പക്ഷേ നമ്മൾ ഏതെങ്കിലും ഒരു ഹില്ലി ഏരിയാസ് അല്ലെങ്കിൽ നല്ല വിൻഡി ആയിട്ടുള്ളൊരു സ്ഥലത്ത് പോകുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അത് എയർ നോയ്സ് കേൾക്കാൻ സാധിക്കും. പക്ഷേ അത് ഈ ഒരു വിൻഷീൽഡ് വരുന്ന സമയത്ത് അത് മാറുന്നതായിരിക്കും. ഏതായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതുപോലെ ഏതെങ്കിലും ഒരു പ്ലേസിൽ പോകുന്ന സമയത്ത് ഉറപ്പായിട്ടും ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാകുന്നതായിരിക്കും. ഇനി നമുക്ക് മിർഫാക്കിൻ്റെ മൈക്കും കൂടെ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് നോക്കാം. ഞാൻ കമ്പാരിറ്റീവ്ലി അത്രയും സാറ്റിസ്ഫൈഡ് അല്ല മിർഫാക്കിൻ്റെ മൈക്ക് വെച്ച്, പക്ഷേ ജസ്റ്റ് നമുക്ക് നോക്കാം. ഈ ഒരു ക്യാമറ ഞാൻ മിർഫാക്കിൻ്റെ മൈക്ക് ഒന്ന് കണക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഓഡിയോ കേൾപ്പിച്ച് തരാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഈ പറയുന്ന അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കേൾക്കുന്ന മിർഫാക്കിൻ്റെ ഓഡിയോയ്ക്ക് അത് ഔട്ട് വരുന്നതാണ്. ഞാൻ വേറെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. എനിക്കൊന്ന് സൗണ്ട് കുറച്ച് ഇത് ഞാൻ യൂസ് ചെയ്യാതിരുന്നിരുന്ന് ഇച്ചിരി അലമ്പായോ എന്നൊരു സംശയമുണ്ട്. എന്നാലും പക്ക ഒരു വോയിസ് ക്ലാരിറ്റിയാണെന്ന് ഞാൻ പറയത്തില്ല. അപ്പം നമ്മുടെ ബാക്കിയുള്ളതിൻ്റെ എല്ലാം നോക്കിയിട്ട്, അതായത് ഹോളി ലാൻഡും DJയുടെ മൈക്കിൻ്റെ ഒരു റിവ്യൂ വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടെ കൊടുത്തേക്കുക. മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മൈക്ക് നമുക്ക് ശരിക്കും ഓൺലൈനിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അതായത് ആമസോണിലൊക്കെ കയറി നോക്കുകയാണെങ്കിൽ ചന്നം പിന്നോ എന്ന് പറഞ്ഞ് മൈക്ക് എടുക്കണം, 12,000 രൂപ, അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ചിലതിൽ ഞാൻ കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ പലതിലും ഞാൻ കണ്ടിട്ടില്ലാത്തൊരു ഫീച്ചറാണ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ DJI എന്ന് പറയുന്നൊരു കമ്പനിയോട് എനിക്കുള്ളൊരു ഇഷ്ടം, അതായത് വേറൊന്നും കൊണ്ടല്ല, എൻ്റെ ഫസ്റ്റ് ഈ പറയുന്ന ഒരു ആക്ഷൻ ക്യാമറ DJIയുടെ ഓസ്മോ ആക്ഷൻ ക്യാമറ, ഇവിടെ തുടങ്ങിയതാണ് DJIയുടെ ബന്ധം. DJI ഓസ്മോ ആക്ഷൻ, പിന്നെ ഓസ്മോ പോക്കറ്റ്, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ അധികം യൂസ് ചെയ്യാറില്ല, വളരെ കുറച്ചേ യൂസ് ചെയ്തിട്ടുള്ളൂ ഈ ക്യാമറയൊക്കെ ആണെങ്കിൽ പോലും. കാരണം ഇപ്പോഴും സ്റ്റിൽ നല്ല കണ്ടീഷനിലാണ് ഇതിരിക്കുന്നത്, ഒട്ടും കുഴപ്പമില്ല, നല്ല പക്കാ വർക്കിംഗ് ആണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓണാക്കിയൊക്കെ നോക്കാറുണ്ട്, കുറച്ചൊക്കെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ചെയ്യുമെന്നല്ലാതെ ഒരിടത്തും എനിക്ക് ആ ഒരു ആഗ്രഹം കൊണ്ട്, അത് പലർക്കും മനസ്സിലാവും ഈ ഒരു ക്യാമറയോടുള്ള ഇഷ്ടം. അങ്ങനെയൊക്കെ ഇഷ്ടമുള്ള ഒരാൾക്ക് ശരിക്കും ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്നാന്ന് മനസ്സിലാകും. കാരണം നമ്മൾ അതുപോലെ ഇതിനോടൊക്കെ ഉള്ള ഇഷ്ടം കൊണ്ട് മേടിച്ച് വെച്ചതാണ്. അതിപ്പോഴും ഏതായാലും ഞാൻ സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. അതുകൊണ്ട് ലുമിക്സിൻ്റെ G7, ഞാൻ ഈ ക്യാമറാസിൻ്റെ എല്ലാം കുറിച്ചൊരു വീഡിയോ ഷുവറായിട്ടും ചെയ്യാം കേട്ടോ. അങ്ങനെ അത് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, കാരണം പലരും ഇതൊരു ഓട്ടോമൊബൈൽ ചാനലാണ്, ഇതിനകത്ത് അങ്ങനെ ഒരു വീഡിയോ വേണ്ട എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ. അതല്ല, ക്യാമറാസിൻ്റെയൊക്കെ ഡീറ്റെയിൽ, ഞാൻ യൂസ് ചെയ്യുന്ന ക്യാമറാസിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജസ്റ്റ് ഒരു കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് ഇടുക. ഉറപ്പായിട്ടും ഞാൻ എൻ്റെ ക്യാമറാസിൻ്റെ എല്ലാ ഒരു വീഡിയോ ഷുവർ ആയിട്ടും ചെയ്യുന്നതായിരിക്കും. ഏതായാലും ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ ഇടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഈ മൈക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക. ഇതിൻ്റെ അടുത്ത മോഡൽ, അതായത് DJI മൈക്ക് 2 ഇറങ്ങിയിട്ടുണ്ട്. 2 ശരിക്കും പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി നമുക്കറിയാം, ഇറങ്ങിയ സ്ഥിതിക്ക് പ്രൈസ് ഭയങ്കര കൂടുതലായിരിക്കും. അതെടുക്കണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയും, ഇപ്പോൾ തൽക്കാലം അത് എടുക്കേണ്ട കാര്യമില്ല. കാരണം ഇത് പോട്ടെ, ഇതാകുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ടായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടെ വിട്ടു, ശരിക്കും ഞാൻ DJIയിലോട്ട് വന്നതിൻ്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇരിക്കുന്ന DJIയുടെ ആക്ഷൻ ക്യാമറ 4, ഇത് പലരും കണ്ടിട്ടുണ്ടായി. എനിക്ക് തോന്നുന്നു ഒരു 6 മാസത്തിന് മേലെ, ഒരു വർഷം അടുക്കാറ്, 6 മാസം 7 മാസം കണ്ട് കഴിഞ്ഞെന്ന് തോന്നി ഈ ഒരു ക്യാമറ എടുത്തിട്ട്. അപ്പം ഈ ഒരു ക്യാമറ ഉള്ളതുകൊണ്ടാണ് ശരിക്കും ഞാൻ DJI മൈക്കിലോട്ട് പോയത്. അത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇപ്പോൾ ഒരു ക്യാമറയിൽ നമ്മൾ എന്തെങ്കിലും റെക്കോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പം സ്റ്റിക്കെല്ലാം സെൽഫി സ്റ്റിക്കൊക്കെ യൂസ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു എക്സ്റ്റൻഷൻ റോഡ് യൂസ് ചെയ്തൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളെപ്പോഴും ഈ ക്യാമറ നമ്മുടെ അടുത്തോട്ട് കൊണ്ടുവന്ന് പ്രസ് ചെയ്യണം. പക്ഷേ അതേ സ്ഥാനത്ത് നമ്മളിപ്പോൾ ഈ ഒരു മൈക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ, ഇത് ഓണല്ല, സോറി, ഒന്ന് ഓൺ ചെയ്തോട്ടെ. നമ്മൾ ഈ ഒരു മൈക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഉള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിപ്പോൾ കണക്റ്റഡ് ആണ്, ജസ്റ്റ് C ടൈപ്പ് ആണെങ്കിൽ ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി, നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. ഇത് വർക്ക് ചെയ്യുന്നത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക, ഗ്രീൻ ലൈന്. എന്നിട്ട് ഇതിനകത്ത് ഞാൻ എടുക്കുന്ന ഒരു മൈക്ക്, ഞാനിതിപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റെക്കോർഡ് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഞാൻ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ
റെക്കോർഡായി. കണ്ടോ, ആ ടിങ്ങുന്നൊരു ഒച്ച കേട്ട റെക്കോർഡിൻ്റെയാണ്. ഞാനൊന്ന് ഓഫ് ചെയ്യുകയാണ്, ഒന്ന് ശ്രദ്ധിച്ചോണം. എനിക്ക് ഇതിനകത്ത് ഒരു ബട്ടണും പ്രസ് ചെയ്യേണ്ടി വരുന്നില്ല. അതായത് ക്യാമറയിൽ എനിക്ക് ഒരു ബട്ടണും പ്രസ് ചെയ്യാതെ തന്നെ ജസ്റ്റ് ഡയറക്റ്റ് അങ്ങ് കണക്ട് ചെയ്താൽ മതി. അതൊരു ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇത് ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു ഫീച്ചറാണ്. പ്രത്യേകിച്ച് ഈ ഒരു ആക്ഷൻ ക്യാമറ എന്ന് പറയുമ്പോഴത്തേക്കും പലപ്പോഴും നമുക്കറിയാം, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഡേ ഷൂട്ടിങ്ങിലും കാർസിൻ്റെയൊക്കെ കുറച്ച് റിവ്യൂ ഒക്കെ എടുക്കുമ്പോഴൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുലുങ്ങിയെന്ന് പറഞ്ഞാലും വലിയ ഷെയ്ക്കോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യത്തില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ടും, അതായത് ആദ്യത്തെ ആക്ഷൻ ക്യാമറ, ഓസ്മോയുടെ ആദ്യത്തെ ആക്ഷൻ ക്യാമറ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അവരുടെ ലേറ്റസ്റ്റ് ഇറങ്ങിയിരിക്കുന്നത് DJI Action 4. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തെങ്കിലും കൊടുക്കുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ വീഡിയോയെക്കുറിച്ച് ഒരു ചെറിയൊരു വിലയിരുത്തൽ കൊണ്ടൊന്ന് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.